ശ്രീ ഗുരുഭ്യോ നമ. അമ്മ അമേരിക്കയിൽ. ദർശനം കഴിഞ്ഞപ്പോൾ രാവിലെ 3 മണി. പുറത്ത് കടുത്ത തണുപ്പ്. ഹാളിൻ്റെ പുറത്തുള്ള ഗ്രൗണ്ടിൽ റിപ്പയർ വർക്ക് നടക്കുന്നുകൊണ്ട് താറുമാറായി കിടക്കുന്നു. അതിൻ്റെ മുകളിലൂടെ അമ്മയ്ക്ക് നടക്കുവാനായി പലകൾ വിരിച്ചിട്ടുണ്ട്. അത് ബലമുള്ളതെങ്കിലും പരിക്കനും മലിനവുമായിരുന്നു. അത് കണ്ട് വിദേശിയായ ഒരു ഗൃഹസ്ഥൻ തണുപ്പ് വയ്ക്കാതെ പലകയുടെ മുകളിൽ തന്നെ തൻ്റെ കോട്ട് അഴിച്ച് എടുത്തിട്ടു. പക്ഷെ അതുകൊണ്ട് പലക പൂർണ്ണമായി മൂടിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ തൻ്റെ കൂട്ടൂരി ബാക്കിയുള്ള ഭാഗം മൂടി. അതുകൊണ്ടും പൂർണ്ണമാകാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ തൻ്റെ കോട്ട് ഊരിയെടുത്തു വച്ചു. നല്ല തണുപ്പത്താണ് അവർ ഇത് ചെയ്യുന്നത്. അപ്പോഴേക്കും അമ്മയെത്തി. അമ്മ വിഷമത്തോടെ പറഞ്ഞു, മക്കളെ അരുത്, അമ്മയ്ക്ക് ഏത് സാഹചര്യത്തിലും പൊരുത്തപ്പെടാൻ സാധിക്കും, കോട്ടെടുത്തു മാറ്റൂ, വലിയ തണുപ്പാണ്. ഗൃഹനാഥൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു, അമ്മയെ അരുതേ, ആ തൃപ്പാദങ്ങൾ കൊണ്ട് ഞങ്ങളുടെ കോട്ടുകൾ പവിത്രമാക്കണമേ. അമ്മ അദ്ദേഹത്തെയും ഭാര്യയെയും മകനെയും ചേർത്ത് നിർത്തി കരവലയത്തിൽ ഒതുക്കി. പിന്നീട് കാറിൽ പോകവേ അമ്മ പറഞ്ഞു, നോക്കൂ, അതാണ് ഗൃഹസ്ഥാശ്രമധർമ്മം. കുടുംബം മുഴുവനും ത്യാഗത്തിൽ പങ്കുചേരുക. കൊടുതണുപ്പിലും ആ കുടുംബം മുഴുവനും അതിന് തയ്യാറായില്ലേ? നമഃശിവായ. ത്യാഗത്തിൻ്റെ സുഗന്ധമാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഗന്ധം.